ഓണസദ്യയിൽ പങ്കെടുക്കാൻ എനിക്ക് വരാൻ സാധിച്ചില്ല. കാരണം ഞാൻ താമസിക്കുന്ന കുറച്ച് ദൂരെയാണ്, ദുബായിലാണല്ലോ. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നു പോകാൻ 2 തവണ വന്നു പോകാനൊക്കെ വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് അത് മിസ് ചെയ്തു. പക്ഷേ അതിലും വലിയ സദ്യയായിരുന്നല്ലോ ഈ കലാപരിപാടി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേംനസീർ സുഹൃദ്വേദി സമിതിയുടെ ചെയർമാൻ ഷാജി പുഷ്പാങ്കദൻ, പ്രസിഡന്റ് അൻസാർ കൊയിലാണ്ടി, ബഷീർ ബെല്ലോ, സുധീർ ഭായി, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള കോമഡി സംസ്കാര രംഗത്ത് ഒരു പുതിയ മാനങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്ന അസീസിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പറയുമ്പോൾ എനിക്കൊക്കെ തോന്നിയിട്ടുള്ള അസീസിൻ്റെ ഷോകളിൽ എത്തിയിട്ടുള്ള വളരെ മിതത്വമുള്ള ഒരു കോമഡി കലാകാരനാണ് അസീസ്. ഈ വാരി വലിച്ച് തമാശകൾ പറഞ്ഞ് അസ്ഥാനത്ത് കയറി പറയാതെ അദ്ദേഹത്തിൻ്റെ ഷോകളിലൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വളരെ സസൂക്ഷ്മമായ, വളരെ കണ്ണിങ് ആയിട്ടുള്ള കൗണ്ടേഴ്സാണ്. അപ്പോൾ അസീസിനെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതുകൂടിയാണ്. അദ്ദേഹം ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നതിൽ നിങ്ങളെപ്പോലെ എനിക്കും സന്തോഷമുണ്ട്. അതുപോലെ രാമചന്ദ്രൻ ചേട്ടനെ നിരവധി വേദികളിൽ ഞങ്ങൾ സ്റ്റേജ് ഒക്കെ ഇങ്ങനെ പങ്കിടാറുണ്ട്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ സുസ്മേരവതനായ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നതിന് ഒരു ഐശ്വര്യവും ഒരു ഭാഗ്യവും കൂടിയാണ്. അൻസാർ കൊയിലാണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രം ഉണ്ടായിരുന്നു, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അദ്ദേഹം ജനകോടികളുടെ ഒരു വിശ്വസ്ത സ്ഥാപനം നടത്തിയത് കൊണ്ടാണ് ഇന്നും നമ്മുടെ മുമ്പിൽ ഇത്ര ചിരിച്ചുകൊണ്ട് ഐശ്വര്യത്തോടുകൂടിയും ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മഹാനായ ഒരു ബിസിനസ്മാനും ഒരു വലിയ കലാസംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ്. അദ്ദേഹത്തിനും വളരെയധികം നന്ദി. ഏതായാലും പ്രേംനസീർ സമിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഷാജി പുഷ്പാങ്കദൻ്റെയും അൻസാർ കൊയിലാണ്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, ബഷീർ ബെല്ലോ, സുധീർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ പ്രേംനസീർ സമിതി എങ്ങനെ മലയാളത്തിൻ്റെ മഹാനായ നിത്യഹരിത നായകനായ പ്രേംനസീർ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഒരു കലാകാരന് പോലും ലഭിക്കാത്ത ഒരു അസുലഭ ഭാഗ്യം കൂടിയാണ്. കാരണം പ്രേംനസീർ സാർ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യന് മാത്രമേ ഇത്തരത്തിൽ ഒരു സമിതി ഉണ്ടാകൂ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാലും ഞാൻ കൂടുതൽ പറഞ്ഞത് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ധാരാളം പേര് സംസാരിക്കാനുണ്ട്. നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. ഇന്ന് UAE നിറഞ്ഞ വേദികളിൽ ധാരാളം സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് പരിപാടി നടത്തുമ്പോൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു രഹസ്യം തന്നെ അതാണ്. പ്രേംനസീർ സാർ അഭിനയിച്ച, പ്രേംനസീർ സാർ തന്നിട്ട് പോയ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, അങ്ങനെയുള്ള പ്രണയപുഷ്പങ്ങളാകാൻ കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രേംനസീർ സാർ അഭിനയിച്ച സിനിമകളുടെ പാട്ടുകളും നൃത്തരംഗങ്ങളുമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ചില പാട്ടുകളൊക്കെ മറ്റുള്ളവർ പാടിയിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു ആഗ്രഹം ഈ സാറിൻ്റെ ഓർമ്മകളിലൂടെയുള്ളൊരു യാത്രയാണ്. അത് നൃത്തമായാലും പാട്ടായാലും. ഏതായാലും എല്ലാവർക്കും നന്ദി. ഈ പരിപാടി ഇത്രയധികം വിജയമാക്കിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമ്മുടെ ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ദിവസമാണ്. നമുക്ക് ഇത്രയും മനോഹരമായൊരു വേദി കിട്ടി. അതുപോലെ വലിയ പ്രഗത്ഭരായ ഗസ്റ്റുകളെ എത്തിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ മഹാഭാഗ്യമാണ്. വളരെ തിരക്കിനിടയിലാണ് അസീസ് ഇവിടെ വന്നത്. അസീസിനെ കാത്ത് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പീച്ച് നമ്മുടെ ജെഫ്രി, പ്രിയമുള്ള സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ പക്ഷെ വലിയ സ്റ്റോറിയാണ്. പക്ഷെ അതിൽ ചെറിയ ഷോർട്സ് മതി.
മാത്രമാണ്. അത് വലിയ കഥയുടെ ഒരു ചെറിയ ഷോർട്സ്. ഞാൻ വളരെ കുട്ടിക്കാലമായിട്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഫിലിം ഡയറക്ടർ ആകുക. അതൊരു 8ാം ക്ലാസ് മുതലേ അത് ജനറേറ്റ് ചെയ്ത് തുടങ്ങി. എൻ്റെ ഫാദർ ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആയിരുന്നു. ഞാൻ നാഷണൽ ഹെറാൾഡ് ന്യൂസ് പേപ്പറിൻ്റെ സൗത്ത് ഇന്ത്യൻ കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ നസീർ സാറായിട്ട് കാണുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, വലിയ മാർക്കൊന്നുമില്ല. എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഡയറക്ടറാണ്, അതിൽ കവിഞ്ഞ് എനിക്ക് ഒന്നും പറ്റില്ല. കാരണം ഞാൻ ഡ്രീമിങ്, എനിക്ക് അത്ര ഡ്രീമായിരുന്നു വലിയ ഡയറക്ടറാണ്. അങ്ങനെ ഫാദറിൻ്റെ തന്നെ ഒരു സഹപാഠിയായിരുന്ന, ഏറ്റവും അടുത്ത സഹപാഠിയായിരുന്നു മഹാനായ ONV സാർ. എന്നെ ONV സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ജിഫ്രിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പഠിക്കുന്നത് ഫസ്റ്റ് PDC ആണ്, +1. അപ്പോഴേക്കും ഞാൻ +1 എത്തി, ഈ സംഭവം നടക്കും. അപ്പോഴേക്കും ONV സാർ എന്നെ ഒരുപാട് കൗൺസിൽ ചെയ്തു, ഇതൊന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. കാരണം എഡ്യൂക്കേഷൻ ഇല്ല, 1, 2 യു ആർ നോട്ട് ക്വാളിഫൈഡ്. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഡയറക്ടറാവണം. അപ്പോൾ നസീർ സാർ ചോദിച്ചു, ONV സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ആരെയാണ് നീ ഡ്രീം ചെയ്യുന്നത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടം ഭരതൻ സാറ്, IV ശശി, ഇവരുടെ കൂടെയൊക്കെ ഒന്ന് അസിസ്റ്റൻ്റായിട്ട് പോകണം ഒരാഗ്രഹമുണ്ട്. അങ്ങനെ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ONV സാറിനെ കണ്ടപ്പോൾ, അപ്പോൾ ONV സാറ് വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ ONV സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാറ് നിർമ്മിച്ച വൈശാലി ചിത്രത്തിൽ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എടുത്തത് കൊണ്ട് ഈ ഒരാളിന് ഭരത് സാറിനെ എടുക്കാൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ONV സാർ പറഞ്ഞു, വീണ്ടും ജിഫ്രി അല്പം വെയിറ്റ് ചെയ്യും, ഞാൻ നല്ലൊരു അവസരം നിനക്ക് വേണ്ടി തരും. കാരണം എൻ്റെ ഫാദറുമായിട്ട് അത്ര അടുത്തൊരു ബന്ധമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേംനസീർ സാറ് സംവിധായകനാകുന്നു എന്ന വാർത്ത വരുന്നത്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വെച്ച് 2 ചിത്രങ്ങൾ. അദ്ദേഹം സാറിന് നടക്കാതെ പോയ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് ഈ ഒരു വാർത്ത ഷെയർ ചെയ്തു. നസീർ സാറുമായിട്ട് എന്നെ ഒന്ന് ലിങ്ക് ചെയ്യാൻ എന്തെങ്കിലും കഴിയുമെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം തന്നെ എന്നെയും കൊണ്ട് ONV സാറിൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീട്ടിൽ പോയി, ജിഫ്രി ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും. അപ്പോൾ നസീർ അപ്പോഴും ONV സാറ് പറഞ്ഞു, ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ജിഫ്രി എടുത്തത്. ഒരുപക്ഷെ ജിഫ്രിക്ക് നല്ലതുപോലെ ഒരു സംവിധായകനാവാൻ പറ്റുമെങ്കിൽ പ്രേം നസീർ ആയിരിക്കും അതിൽ ഏറ്റവും നല്ല ഒരു വഴികാട്ടി എന്ന് പറഞ്ഞ് എനിക്ക് പിറ്റേന്നാണെന്ന് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. ചെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഓപ്പൺ ലെറ്റർ എഴുതി തന്നു ONV സാർ. അതായത് എൻ്റെ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ എനിക്ക് എന്നെ എന്നും ഓർക്കത്തക്ക നിലയിൽ ONV സാർ എഴുതിയ വാക്കുകൾ, ഒരു നല്ല സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ഈ പയ്യനെ നസീർ ഒരു നല്ല ഒരു വഴികാട്ടിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്പൺ റെക്കമെൻഡേഷൻ ലെറ്റർ ONV സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അത് മദ്രാസിൽ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മദ്രാസിൽ പോയി, എൻ്റെ പിതാവും കൂടെ ഉണ്ട്. ആ മഹാലിംഗപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. സത്യത്തിൽ അന്നാണ് ഞാൻ നസീർ സാറിൻ്റെ ആ മഹത്വം മനസ്സിലാക്കുന്നത്. എത്ര ലാളിത്യത്തോടുകൂടി, എത്ര വിനീതനായിട്ട്, അതെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളിനെ പോലെ ആണ് ഞങ്ങളെ സ്വീകരിച്ചത്. സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വന്നതുപോലും ഞാൻ മറന്നുപോയി. കാരണം അത്രമാത്രം പ്രഭ ചെയ്യുന്ന ആ മുഖത്തെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നസീർ സാർ പറഞ്ഞ ആ വേർഡുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഒന്ന്, സാറിൻ്റെ അടുത്ത് ജിഫ്രി എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. 2, ഞാൻ കൊണ്ടുവന്ന ഡയറക്ടേഴ്സാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സ്. ഒരുപക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞാൽ അവരൊരു ഡയറക്ടറായിട്ട് നിങ്ങൾ എടുക്കണം, ഒരു അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല. ഒരുപക്ഷെ ഞാൻ ബൈഫോഴ്സ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് അവർ പണി പഠിപ്പിച്ച് തരണമെന്നില്ല. കാരണം ഇതൊരു പ്രത്യേക ഇൻഡസ്ട്രിയാണ്. ഇനി എനിക്ക് മുമ്പിലുള്ളത് ഒരേ ഒരു വഴിയാണ്, ഞാൻ സംവിധായകനാകാൻ പോവുകയാണ്. ആ ചിത്രത്തിൻ്റെ സംവിധാന സമയത്ത് എൻ്റെ കൂടെ ജിഫ്രി നിൽക്കട്ടെ. ഈ 2 ചിത്രങ്ങൾക്ക് ശേഷം ഞാൻ തീരുമാനിക്കും പിന്നെ എന്ത് വേണമെന്ന്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മറക്കാനാവാത്ത ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിൽ വെച്ചാണ് ആ മദ്രാസിലെ മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞു. ഞാൻ വന്നു. ഏകദേശം ഡിസംബർ മാസം ഞാൻ എൻ്റെ ഫാദർ പറയുന്നു, എന്നെ
മദ്രാസിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ചെന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ മദ്രാസിലേക്കുള്ള യാത്ര മധ്യേ പാലക്കാട് ഞാനും ഫാദറും ഒരു അരിസ്റ്റോട്ടിൽ എന്നൊരു ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി കടയിൽ വന്ന് കാപ്പി കുടിച്ചപ്പോൾ മലയാള മനോരമയുടെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതിന് ഞാൻ എഴുതിയിരിക്കുന്നു നസീർ അതീവ ഗുരുതരാവസ്ഥയിൽ. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ആശ്ചര്യവും നമ്മുടെ ഒരു ആകാംക്ഷയും കണ്ടപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, വാർത്ത കേട്ടില്ലേന്ന് ചോദിച്ചു. ഇല്ല സാർ, രാവിലെ തന്നെ മരിച്ചു എന്നോ. സത്യത്തിൽ ഒരു ഷോക്ക് പോലെ ഇന്നും എപ്പോഴും ഞാൻ ഇതുവരെ ഒരു വേദിയിലും ഷെയർ ചെയ്യാത്ത എൻ്റെ ഒരു സ്വകാര്യ ദുഃഖമാണ്. ഞാൻ പിന്നെ ഒരിക്കലും സംവിധായകനാകാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്ന് തിരിച്ചു വന്ന് പിന്നെ ഒരിക്കലും ഈ ഒരു സാംസ്കാരിക ഈ ഒരു കലയിലോട്ട് തിരിച്ചു വരുന്നതെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. അങ്ങനെ ഞാനൊരു അവസാന പ്രവാസ ജീവിതവുമായി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നസീർ സാറിന് നേരിൽ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ അനുഗ്രഹിച്ച ആ നസീർ സാറിനും ONV സാറിനും എൻ്റെ പിതാവിനും ആത്മാവിനും ഈ അവസരത്തിൽ ആത്മശാന്തി നേർന്നുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. നന്ദി, നമസ്കാരം. ശരിക്കും സമയപരിമിതി കൊണ്ട് നമ്മൾ 2 പേര് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നസീർ പെരുമ്പാവൂർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ UAE പ്രമുഖ വ്യക്തിത്വം. അദ്ദേഹത്തിന് പ്രേം നസീറിൻ്റെ പേരിൽ സാംസ്കാരിക നായകനായ അദ്ദേഹത്തിന് ഒരു അവാർഡുണ്ട്. ആ അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നെടുമങ്ങാട് അസീസും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അറ്റ്ലസ് രാമചന്ദ്രൻ ചേട്ടന് ചേർന്നാണ് ആ അവാർഡ് കൊടുക്കുന്നത്. അടുത്തത് നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച റിൻസിയാണ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. പ്ലീസ് വെൽക്കം. പ്രിയപ്പെട്ട അസീസിനെയും പിന്നെ അറ്റ്ലസ് ആനന്ദിനും ചേർന്നാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് കൈവച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സംരംഭക, അബുദാബിയിൽ ബേസ് ചെയ്ത സ്കൂളും ഒക്കെയുള്ള കൃഷ്ണപ്രിയയാണ് എന്റർപ്രണർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണപ്രിയയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അറ്റ്ലസ് ആനന്ദേട്ടനും അസീസും അതുപോലെ തന്നെ കൂടെയുള്ള നമ്മളെല്ലാവരും അവർക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണിത്. തീർച്ചയായും എല്ലാവർക്കും ആസീസിനെ ഇവിടെ നിർത്തി അവാർഡുകൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആസീസിനെ കൊണ്ടുപോകാൻ വേണ്ടി 2 പേരും ശ്രദ്ധിച്ചല്ലോ. ഇവര് ഒരു അരമണിക്കൂറായിട്ട് ട്രീറ്റ് ചെയ്തൊക്കെയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി കണ്ണുരുട്ടി കാണിക്കേണ്ടത്. പക്ഷെ ഏതായാലും അസീസിനോടൊരു അവാർഡുണ്ട്. അത് മേടിച്ചിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ ചേട്ടനാണ് അസീസിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. നമ്മുടെ സിനിമാ മേഖലയിലെ യുവ സാന്നിധ്യം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എനിക്ക് ഒരു യുവ സംരംഭകനാണ് എന്നൊന്നും ഞാൻ പറയില്ല. വളരെ വർഷങ്ങളായി ഇവിടെ
ബിസിനസ് ചെയ്യുന്ന ഒരു അധികായകനാണ്. അദ്ദേഹത്തിന് നമ്മുടെ അൻസാർ കൊയിലാണ്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. അതുപോലെ അറ്റ്ലസ് രാമചന്ദ്രൻ കൂടെ ഉണ്ട്. നമ്മുടെ ജെഫ്രി സാറ് നമ്മുടെ പ്രിയപ്പെട്ട അറ്റ്ലസ് രാമചന്ദ്രന് ഈ ഒരുപാട് മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ ചേട്ടൻ. ഒരുപാട്, അതായത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിന് പ്രേമശ്രീ സുഹൃസമിതിയുടെ ഒരു പുരസ്കാരം കൊടുക്കുകയാണ്. ഇനി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി കെ നാസർ ക്ഷണിക്കുകയാണ്. ആദരണീയനായ പ്രേമശ്രീ സുഹൃസമിതിയുടെ അധ്യക്ഷൻ, മറ്റു ഭാരവാഹികൾ, ഇന്നത്തെ വിശിഷ്ടാതിഥിയായ അറ്റ്ലസ് രാമചന്ദ്രൻ അവർ, മറ്റ് സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമസ്കാരം. പ്രേമസിംഗ് സാറിനെ കുറിച്ചിട്ട് ഞാൻ രാവിലെ പറഞ്ഞതാണ്. അദ്ദേഹം എൻ്റെ ഹീറോയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്. കാരണം തൊട്ടടുത്ത് തന്നെ സിനിമ തിയേറ്ററുണ്ട്. കൂടുതലും പാട്ടുകൾ പഠിച്ചതും ആ സിനിമ തിയേറ്ററിൽ നിന്നുള്ള പാട്ടുകളാണ്. അന്ന് നമുക്ക് ടേപ്പ് റെക്കോർഡിൽ റേഡിയോയിലൂടെ വല്ലപ്പോഴും ഒക്കെ കേൾക്കുന്ന പാട്ടുകളെ നമുക്കുള്ളൂ. അപ്പോൾ സിനിമ തിയേറ്ററിൽ സിനിമ കാണാനും പോകും. പിന്നെ രാത്രികാലങ്ങളിൽ ആ പാട്ടുകളൊക്കെ വീട്ടിൽ ഇരുന്നാൽ തന്നെ കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് കുറച്ചൊക്കെ പാട്ടുകൾ പഠിച്ചത്, പഴയ പാട്ടുകൾ. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സംഘം UAE വെച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ മറ്റ് GCC രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഉദ്ദേശത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കാരണം വേൾഡ് റെക്കോർഡ് ഇട്ട ഒരു സിനിമാ താരമാണ് പ്രേംനസീർ സാർ. ഇന്ത്യയിലെ മറ്റൊരു സിനിമാ താരത്തിനും അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് മാത്രവുമല്ല, ഷീലാമ്മയുടെ കൂടെ 100-ലടുത്തോളം സിനിമകളിൽ നായകൻ ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് കാണാനും അദ്ദേഹവുമായി സംസാരിക്കാനും ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനൊരു വയസ്സനാണോ എന്നൊക്കെ. അത് എനിക്ക് ഒരുപാട് പ്രായമുണ്ട്. ഒരു ദിവസം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞ പ്രോഗ്രാമിന് ശ്രീ അൻസാറിനോട് എൻ്റെ വയസ്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞ അത്രയും തോന്നിക്കില്ല. അപ്പോൾ മനസ്സിൽ കല ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ നമുക്കും പ്രായത്തിനെ വെല്ലുവിളിച്ച് കുറയ്ക്കാം. നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന അന്യ സുഹൃത്തുക്കളെ, വിശിഷ്ടാതിഥി അറ്റ്ലസ് രാമചന്ദ്രൻ, എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. അതുപോലെ എൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് ഇടാൻ കാരണം എൻ്റെ ഫാദർ പ്രേംനസീറിൻ്റെ ഒരു ഫാനാണ്. വളരെ അന്ന് ഞങ്ങളുടെ ആലുവ പുഴയുടെ ചേർന്നാണ് വീട്. പുഴ നീന്തി കിടന്ന്, അന്ന് വഞ്ചിയില്ലാത്ത സമയത്തൊക്കെ പുഴ നീന്തി കിടന്ന് ആലുവ പങ്കജം എന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ നസീറിനോടുള്ളൊരു സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് നസീർ എന്നുള്ളൊരു പേര് വന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാണ്. അതുകൂടാതെ നസീർ സാറിനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായത് 10 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന സമയത്ത് എൻ്റെ ഫാദർ കൊണ്ടുപോയിട്ട് നസീർ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് കാണാൻ വണ്ടിയിൽ ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയി കാണിച്ചു തന്നു. ആ ഒരു സന്തോഷമുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ
ചിറങ്കീഴ് പോയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ കബറിടം പോയി സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവും ആരാധനയും എത്രത്തോളം ഉണ്ടെന്നുള്ള എൻ്റെ ഒരു തെളിവാണ്. ഞാൻ ഒരുവിധം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. എൻ്റെ വാപ്പായും നസീർ സാറിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നസീർ സാറിൻ്റെ പേരിൽ തന്നെയുള്ള അവാർഡ് ഇവിടുന്ന് വാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങളുടെ എല്ലാവരോടും നമസ്കാരം. ഈ സംഘടന രൂപപ്പെട്ടതിൻ്റെയും ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയും ഓൾറെഡി കാലത്ത് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ പരിപാടികളും നിങ്ങൾ പാകാമാക്കണം